പക്ഷേ പാർട്ടി കൂട്ടായിരുന്നൊരു തീരുമാനം എടുക്കുമ്പോൾ എന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥികളുടെ പേരുകൾ വന്നു. അത് അക്സെപ്റ്റ് ചെയ്യുക, പ്രവർത്തിക്കുക. എന്നാൽ നാഷണലിസ്റ്റിക്കുമായിട്ടുള്ള ഏത് തരത്തിലുള്ള നല്ല പ്രോജക്ട്സ് ഉണ്ടെങ്കിലും അതിനെ പരമാവധി സഹായിക്കുക. അതിൻ്റെ നിർമ്മാണമായിക്കോട്ടെ, വിതരണമായിക്കോട്ടെ, ഫെസ്റ്റിവലിലോട്ട് കൊണ്ടുപോകുന്നതായിക്കോട്ടെ, ഇന്ത്യൻ സിനിമയെ പുറം ലോകത്തോട്ട് പരമാവധി എത്തിക്കുക, ഇന്ത്യൻ സിനിമയ്ക്ക് നല്ലൊരു പേരുണ്ടാക്കുക ലോക സിനിമാ മാപ്പിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അത് അതിന് വേണ്ട എന്തൊക്കെ വേണോ അത് ചെയ്യാനുള്ള നിർദ്ദേശവും തന്നിട്ടുണ്ട്. കേരളത്തിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഏത് സിനിമയായിക്കോട്ടെ, മലയാളമായിക്കോട്ടെ, മലയാളത്തിൻ്റെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നൊരു മേഖലയാണ് മലയാളം. ആ മലയാള സിനിമയിൽ തന്നെ നമുക്ക് ഇനിയും ഉയർത്താൻ എന്തൊക്കെ സാധിക്കുമോ അവിടെ നിന്ന് എന്തായാലും നമ്മുടെ സിനിമാ സുഹൃത്തുക്കളുണ്ടല്ലോ അവരുടെയൊക്കെ പരമാവധി നിർദ്ദേശങ്ങൾ വാങ്ങിക്കുക. ഇപ്പം തന്നെ കുറേ പേര് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും നല്ല നിർദ്ദേശങ്ങൾ നമ്മൾ എടുക്കണം. കാരണം കുറച്ച് മുമ്പ് ഞാൻ മറ്റ് ചാനലുകളിൽ പറയുണ്ടായി, അതായത് നമ്മളെപ്പോഴും NFDC എന്ന് പറയുമ്പോൾ സമാന്തര സിനിമകളെ പറ്റിയാണ് നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളത്. നമുക്ക് ഇന്ന് ലോകത്തെ പുറത്തോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വാണിജ്യ സിനിമകളെ പറ്റി നമ്മളിനി ആലോചിക്കണം. അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ പ്രൊമോഷൻ ആയിക്കോട്ടെ, പ്രിസർവേഷൻ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഒന്ന് ഇരുന്ന് പഠിച്ചതിന് ശേഷം വേണം പറയാൻ. കാരണം ഇതിപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. എൻ്റെ അറിവ് വെച്ച് ഞാൻ സംസാരിച്ചു. ഇനി തീർച്ചയായിട്ടും ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയും. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ ആവശ്യമാണ്. കാരണം ഞാൻ നിങ്ങളെപ്പോലെ റിപ്പോർട്ടറായിട്ട് ജീവിതം തുടങ്ങിയതാണ് ദൂരദർശനിൽ. അതുകൊണ്ട് എല്ലാവിധ സഹകരണവും പ്രതീക്ഷിക്കുന്നു. എന്ത് സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഏത് സമയവും നിങ്ങൾക്ക് എന്നെ സമീപിക്കുകയും ചെയ്യാം. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയിൽ ഇങ്ങനൊരു സ്ഥാനത്തിൻ്റെ കാര്യം ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവേ വലിയ നേതാക്കളെ കാണാൻ പോകുമ്പോൾ ഒരിക്കലും എനിക്ക് എന്തെങ്കിലും വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാതിയോ ഞാൻ പറയാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ നമ്മൾ ചെന്ന് നമ്മൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം രാഷ്ട്ര നിർമ്മാണത്തിനെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തിനൊക്കെ ഇയാൾ കേപ്പബിളാണ്. അല്ല, ഇത്തരം ഒരു കാര്യം നമ്മളവിടെ സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് അന്ന് മിനിസ്റ്റർ ശ്രീ അശ്വിനി വൈഷ്ണവദേവ് അദ്ദേഹത്തിൻ്റെ കോൾ വരുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു പോസ്റ്റിലേക്ക് എന്നെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടെന്ന്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ പേരും പല മണ്ഡലങ്ങളിലും കേട്ടിരുന്നു. അപ്പം അവിടേക്ക് താങ്കളെ പരിഗണിച്ചില്ല. അപ്പോൾ അതിന് പകരമായ ഒരു സ്ഥാനമായിട്ട് ഇതിനെ കണക്കൂട്ടാൻ പറ്റും? ആവാതിരിക്കാം, എനിക്കറിയില്ല. കാരണം ഞാൻ ചാനലിൻ്റെ മുന്നിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പ്രത്യേക ഒരു മണ്ഡലത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ തുറന്നു പറയും എനിക്ക് ഇന്ന മണ്ഡലത്തിൽ ഇലക്ഷനിൽ നിന്നാൽ കൊള്ളാം. അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അത് എല്ലാ വ്യക്തികൾക്കും മനസ്സിൽ തോന്നുന്നൊരു കാര്യമുണ്ട്, ഞാനാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, ഞാൻ നിന്നാൽ ജയിക്കുന്ന എല്ലാവർക്കും തോന്നും. പക്ഷേ പാർട്ടി കൂട്ടായിരുന്നൊരു തീരുമാനം എടുക്കുമ്പോൾ എന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥികളുടെ പേരുകൾ വന്നു. അത് അക്സെപ്റ്റ് ചെയ്യുക, പ്രവർത്തിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്കിങ്ങനെ സ്ഥാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും ആലോചിക്കും, പാർട്ടി ചിലപ്പോൾ ഒരു MLA സ്ഥാനാർത്ഥിയായി MLA ആവുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് നല്ലതായിരിക്കും എന്ന് ചിന്തിച്ചിരിക്കാം. അതുകൊണ്ട് അതും ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ല. ഇനി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തുമില്ല.